തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴയാണ് തുടരുന്നത്. തമ്പാനൂരിൽ റോഡിലൊക്കെ വെള്ളം കയറിയതോടെ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. പ്രേക്ഷകരൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെയുണ്ട്. കിഴക്കേക്കോട്ടിൽ നിന്ന് രാഹുൽ ജിനാഥും അതേപോലെ തന്നെ ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് AK സ്റ്റെഫിനും നമുക്കൊപ്പം ചേരും. ആദ്യം നമുക്ക് രാഹുലിലേക്ക് പോകാം. രാഹുലെ, ഈ വെള്ളക്കെട്ട് കുറയുന്നില്ല. ഇനി ഒരു 3 ദിവസമാണ് മഴ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 ദിവസം ഈ ഒരു രീതിയിലാണ് മഴ പെയ്യുക എന്നതെങ്കിൽ വലിയ രീതിയിലായിരിക്കും ആളുകളെ ഇത് ബാധിക്കുക. ഇപ്പൊ തന്നെ റോഡിലൊന്നും ആളുകൾക്ക് നടക്കാനേ പറ്റുന്നില്ല. എല്ലാ സ്ഥലങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ഈ രീതിയിലാണെങ്കിൽ 3 ദിവസം എന്നല്ല, 1 മണിക്കൂർ പോലും ഇങ്ങനെ ആകരുത് എന്നുള്ള ആശയവുമായാണ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹവുമായാണ് ആളുകൾ നിൽക്കുന്നത്. കാരണം എത്രമാത്രം വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ടോ അത്രമാത്രം ആശ്വാസം എന്ന് കരുതുകയാണ് ഈ യാത്രക്കാരാകട്ടെ, അപ്പോൾ കച്ചവടക്കാരാകട്ടെ, അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നമ്മൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചതാണ്. കാരണം ഈ അമ്പലങ്ങളിലൊക്കെ പോയി മടങ്ങി ഒന്ന് ആഹാരം കഴിക്കാമെന്ന് നിരവധി പേർ ഇവിടെ വന്ന് ചോദിക്കുന്നുണ്ട്. ആഹാരം കഴിക്കാനായി എത്തുന്നുണ്ട്. അവർക്കൊന്നും അതിന് സാധിക്കുന്നില്ല. കാരണം ഈ മഴവെള്ളം അത്രമാത്രം ഉള്ളിലേക്ക്, ഈ കടയുടെയൊക്കെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും അവർ വൃത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. മഴ ഒന്ന് ശമിച്ചപ്പോൾ ആ കടയൊന്ന് ഈ മലിനജലം മുഴുവൻ പുറത്തേക്ക് തള്ളിക്കൊണ്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് ഏതാണ്ട് ഒരു 10 മണിയോടുകൂടിയെങ്കിലും വരുന്നവർക്ക് ആഹാരം നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ പറയുന്ന വൃത്തിയാക്കൽ പരിപാടി നടക്കുന്നത്. എങ്കിലും ഈ മഴ കുറയാതെ ഇതിന് അർത്ഥമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മഴ കുറഞ്ഞില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ്. മഴ ശമിക്കുമ്പോൾ ഇവർ ഇത് ചെയ്യുന്നു. അല്പസമയം മുൻപും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ മഴ ഇത്തരത്തിൽ ശമിച്ചില്ല. ഏട്ടാ, ഇതിപ്പം വൃത്തിയാക്കുകയാണ്. അതിപ്പോൾ വൃത്തിയായിരുന്നു. രാവിലെ വന്നപ്പോൾ വലിയ 6 മണിക്ക് കടയ്ക്കകത്ത് വെള്ളം കയറി. അടുക്കളയിലൊക്കെ വെള്ളം കയറിയോ? എല്ലാം ക്ലീൻ ചെയ്യണം. നമുക്ക് ഉച്ചയോടെങ്കിലും ആഹാരം കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണോ? ഒന്നും റെഡിയായിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ല. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വൃത്തിയാക്കുകയാണ്. മഴ കുറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറാവും. 1 മണിക്കൂറാവും അല്ലേ? എന്തായാലും നിരവധി തൊഴിലാളികൾ ഇങ്ങനെ നിന്ന് ഇത് വൃത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. ഇതുവരെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര പേർ രാവിലെ വന്ന് ഈ ജോലി ചെയ്യാം എന്ന് കരുതി വന്നവർക്കൊന്നും ഈ രാവിലെ വന്നതിൽ അർത്ഥമുണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ചെളി വെള്ളമാണ് ഒരു ഭക്ഷണശാലയിലെ നിലത്ത് നമ്മൾ കാണുന്നത്. നോക്കൂ, ആളുകളൊക്കെ തന്നെ ഈ പഴവങ്ങാടിയിലൊക്കെ പോയ ശേഷം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ഈ ഒരു കിഴക്കേക്കോട്ടയിലെ ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പം ആ ഒരു ഹോട്ടലിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെളി വെള്ളമാണ് അകത്ത് കിടക്കുന്നത്. അത് വൃത്തിയാക്കുക, അതിൽ കൂടി നടക്കുക എന്നതൊക്കെ തന്നെ വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതെ ചേട്ടാ, ഈ സമയത്ത് നമ്മളിവിടെ വരുമ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരുന്ന് കഴിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് അങ്ങനെയല്ല. ഭയങ്കര മഴ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. മഴയെല്ലാം അകത്തോട്ട് കയറി രാവിലെ കയറി കട തിറക്കും മുൻപേ വെള്ളം കയറി, അകത്ത് കയറി. കിച്ചണ് എല്ലാ സൈഡിലും എല്ലാം കയറി. ഇപ്പം നല്ലോണം ക്ലീൻ ചെയ്യണം. ചെളി വെള്ളമാണ്. ചെളി വെള്ളം നല്ല ഇനി നല്ല ക്ലീൻ ചെയ്താലേ മറുപടി തിറക്കാൻ പറ്റും. അങ്ങനെ അകത്ത് കിച്ചണ് എല്ലാ സൈഡും നല്ല ക്ലീൻ ചെയ്ത് അങ്ങനെ തിറക്കാൻ പറ്റും. ഉച്ചക്കെങ്കിലും നമുക്ക് ആഹാരം കൊടുക്കാൻ പറ്റും. ഈ മഴ പെയ്തില്ലെന്നാ കുഴപ്പമില്ല. മഴ വരിച്ച് തിന്നാലേ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഊണ് എല്ലാമേ റെഡിയാക്കി കൊടുക്കണം. മഴ പെയ്താലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെല്ലാം രാവിലെ വന്നപ്പോൾ വലിയ സങ്കടമായിരുന്നു. രാവിലെ ഫുള്ള് സപ്ലൈകൾ ഫുള്ളാ വെള്ളം. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അറിഞ്ഞില്ല. അങ്ങനെ വന്ന പിന്നെ ഇങ്ങനെ അറിയാം. എപ്പോഴും മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ? എപ്പോഴും മഴ പെയ്യാൽ വെള്ളം പറയും. നമ്മൾ വലിയ മഴ പെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് വെള്ളം കൂടുതലായി ഏരിയാമോ. എന്നാലും രാത്രി എങ്ങനെ കട അവസാനിപ്പിച്ച് ഇറങ്ങിയോ അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കസേരകളെല്ലാം ആ ടേബിളിന് മുകളിൽ നമുക്ക് കാണാം. എന്തായാലും വലിയ സങ്കടവും ആശങ്കയൊക്കെ ഇവർക്കുണ്ട്. ഇങ്ങനെ മഴ പെയ്താൽ നാളെയും എങ്ങനെയാവും? കാരണം ഇനിയും 3 ദിവസം ഇത്തരത്തിൽ മഴ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആശങ്കയേറുന്നത് ഇങ്ങനെ ഈ ഉപജീവനം നടത്തുന്നവരാണ്. ഇങ്ങനെ ഈ അമ്പലത്തിലൊക്കെ പോയി കഴിക്കാൻ എത്തുന്ന ആളുകളാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ച് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാഴ്ചകളിൽ കാണാൻ കഴിയുന്നത്. ഇവിടെയും കുറേ ആളുകൾ അമ്പലത്തിലൊക്കെ പോയ ശേഷം കാത്തിരിപ്പുണ്ട്. ഈ കഴിക്കാനെത്തിയല്ലേ ഏട്ടാ അമ്പലത്തിൽ പോയ ശേഷം? അതെ, അമ്പലത്തിൽ പോയിട്ട് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ കടയിലൊക്കെ വെള്ളമാണ് ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുക. ഈ ബുദ്ധിമുട്ടായി. എവിടെ നിന്ന് വരിക? ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരാം. എറണാകുളത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്ത് വലിയ മഴ. അതെ, എറണാകുളത്ത് മഴ പേടിച്ചിട്ട് തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ ഇവിടെയും മഴ. ഇനി എങ്ങോട്ട് പോകുമെന്നാണ് ആലോചിക്കുന്നത്. അതെ, എന്താ പറഞ്ഞേ? ചായ പോലും കിട്ടാനില്ല എന്ന് പറയാ. ഇപ്പൊ ഹോട്ടലിൽ നിറയെ വെള്ളം കയറിയിട്ട് അവര് വൃത്തിയാക്കാൻ നിൽക്കുക. പ്രതീക്ഷയില്ലല്ലേ രാവിലെ? ഇങ്ങനെ വിചാരിച്ചില്ല.
എങ്ങനെ തിരുവനന്തപുരത്തെ മഴ കണ്ടോ? വലിയ മഴയാണോ? അപ്പൊ അത് തന്നെയാണ്, വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. അമ്മേ അമ്പലത്തിൽ വന്നതാണല്ലേ? അമ്പലത്തിൽ വന്നതാ, പെട്ടുപോയി. എവിടെ കൂടെ വന്നാണോ? ഞങ്ങൾ ഒരുമിച്ച് വന്നതാ. വലിയ ബുദ്ധിമുട്ടായി പോയി. പ്രതീക്ഷയില്ല ഇങ്ങനെ മഴ ഉണ്ടാകും. അതന്നെ പ്രതീക്ഷിച്ചില്ല. അപ്പൊ അത് തന്നെയാണ് കാരണം ഇവിടെ വന്നു മടങ്ങുന്ന എല്ലാ ആളുകൾക്കും ഈ മഴ വലിയ ദുരിതമാവുകയാണ്. അവരാരും പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ഭാഗത്തുള്ള കടകളൊന്നും തുറന്നിട്ടില്ല. അമ്പലത്തിൽ നിന്ന് തൊട്ടിപ്പുറത്താണ് ഈ കടകളുള്ളത്. അപ്പോൾ വലിയ ദുരിതമാണെങ്കിലും മഴയ്ക്ക് ഇപ്പോഴൊരു ശമനമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങുന്നതിന്റെ ഒരു ലക്ഷണവുമുണ്ട്. പക്ഷെ മഴ ഇന്നലത്തെ പോലെ ഇടവേളകളില്ലാതെ ശ്രീകണ്ഠേശ്വരത്താണ് സ്റ്റെഫിനുള്ളത്. ഇപ്പോ കിഴക്കേക്കോട്ടയിലെ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് നമ്മുടെ രാഹുൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്.